ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 32 പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമുക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവാൻ, ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ദൈവം നമ്മെ സവാരി ചെയ്യിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ ആത്മീയത പലപ്പോഴും മന്ദീഭവിച്ച് പോകുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഭൗതികമായ ദാരിദ്ര്യം. ആത്മീയ ദാരിദ്ര്യം പോലെ തന്നെ ഭൗതികമായ തലങ്ങളിലും വലിയ ദാരിദ്ര്യം നമുക്കുണ്ടാകുന്നു. അത് ആത്മീയത നമ്മളിൽ നിന്ന് ചോർന്നു പോകുമ്പോഴാണ്. ആയതുകൊണ്ട് ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 13-14 തിരുവചനം ചേർന്ന് ബൈബിൾ കയ്യിലെടുത്ത് ഏക മനസ്സോടെ വായിക്കാം. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിൻ്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ ഞായർ എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പിന്നിൽ 2 കാര്യങ്ങളാണുള്ളത്. ഞായർ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഈസ്റ്റർ ദിവസം, അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വിശുദ്ധ ദിനമാണ്. അതേസമയം തന്നെ പഴയ കാലത്തെ സാബത്തിൻ്റെയും കൂടെ ദിനമാണ്. ഈ 2 കാരണങ്ങളാൽ ഈ ഞായറിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ഇനി അങ്ങനെ ചെയ്താൽ അടുത്ത 14 വാക്യം ചേർന്ന് വായിക്കാം. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അത്രമാത്രം നമ്മൾ എടുത്ത് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ ദിനമായ വിശുദ്ധ ദിനമായ ഞായറിനെ ആദരിക്കുക. സാബത്തും അതേ ദിവസം തന്നെയാണ്. ഈ 2 കാരണങ്ങൾ, പഴയ നിയമത്തിലെ സാബത്തും പുതിയ നിയമത്തിലെ ഈസ്റ്ററുമാകുന്ന ഈ പുണ്യപ്പെട്ട ദിവസത്തെ ആദരിക്കാൻ, മകനെ മകളെ ഇതിനെ ബഹുമാനിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തിരക്കേറിയാലും അന്ന് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി, ലോകസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഞായറിനെ അവഹേളിക്കരുത്. ഞായറിനോട് അപമര്യാദയായി ഒരു ദൈവപൈതലിന് കൊള്ളാത്ത പ്രവർത്തികൾ ചെയ്യാൻ ഞായറിനെ അശുദ്ധമാക്കരുത് എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ നീ ആത്മീയമായും ഭൗതികമായും വളരുമെന്ന് ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ. കഴിഞ്ഞ കാലങ്ങളിൽ ഞായറിനെ ബഹുമാനിക്കാതെയും ആദരിക്കാതെയും ഇരുന്നതിന് ഈ സമയത്ത് പശ്ചാത്താപത്തോടെ മടങ്ങി വരാൻ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനമുള്ള ഈ വചനത്തോട് ജീവിതം കൊണ്ട് പ്രതികരിക്കാമെന്ന ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ആമീൻ പറയാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.